ആദ്യമായിട്ടാണ് മലപ്പുറത്തൊരു പരിപാടി പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം. ഇത് ഏതാ ഏരിയ? മലപ്പുറത്തിന്റെ എവിടെയായിട്ട്? മലപ്പുറം തന്നെ, മലപ്പുറം ടൗൺ, കോട്ടപ്പടി. അല്ല, അതെനിക്ക് മനസ്സിലായി. ഇതിന്റെ അടുത്ത് കൊണ്ടോട്ടിന്റെ അടുത്തായിട്ട്. ഓക്കെ ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ UGS പറ്റി പറയുമ്പോൾ, നമ്മൾ UGS ഗോൾഡ് ലോണിനെ പറ്റി പറയുമ്പോൾ, ഞാനിതുവരെ ഒരു സ്ഥലത്തും പോയിട്ട് ഗോൾഡ് പണയം വെച്ച് ലോൺ എടുത്തിട്ടില്ല. കാരണം ഗോൾഡ് വിറ്റിട്ടേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഒരു പണയം വെക്കുന്നതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് എനിക്ക് എന്തിനാ പണയം വെക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നത്, നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിറ്റാൽ പോലെ എന്നുള്ളതായിരുന്നു എൻ്റെ പണ്ടുമുതലുള്ള ചിന്ത. അങ്ങനെ കിട്ടിയ ഭാര്യയുടെ കിട്ടിയ സ്വർണ്ണമൊക്കെ ഏകദേശം വിറ്റ് തീർത്തു. അത് ആദ്യം ഒരു വളയിൽ തുടങ്ങി, പിന്നെ നമ്മൾ പതുക്കെ 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 എല്ലാം ചുരണ്ടിയെടുത്ത് ഇപ്പോൾ ഒരുവിധം എല്ലാം വിറ്റ് തീർത്തു. അപ്പോ എന്തായാലും നമുക്കിടയിൽ ഒരു തരി പൊന്ന് വാങ്ങാത്തതോ അല്ലെങ്കിൽ വിൽക്കാത്തതോ പണയം വെക്കാത്ത ഒരാൾ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല, ഉറപ്പാണ് അല്ലേ? വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം വീട് വിട്ടിറങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അജിത്തേട്ടൻ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീനിയേട്ടന്റെ മോൻ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ശ്രീനിയേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ദിവസം അഭിമാനിയായ ഞാൻ വീട്ടിൽ നിന്ന് ഒരു തുണിമണി, ഒരു പൈസ ഒന്നും എടുക്കാതെയാണ് വീട്ടിൽ വിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോകുന്നു. ഞാൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നു. ഇത് അറിഞ്ഞ എൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ അറിയാതെ എൻ്റെ കൂട്ടുകാരൻ, ഞാൻ ഇങ്ങനെ ഒരു ലോഡ്ജിൽ മാറി നിന്ന് താമസിക്കുകയാണെന്നൊക്കെ പുള്ളി അറിഞ്ഞു. അപ്പോൾ ഞാൻ അഭിമാനി ആയതുകൊണ്ട് തന്നെ പുള്ളി നേരിട്ട് എന്നെ സഹായിക്കണ്ട എന്ന് കരുതി. കാരണം ഞാൻ ചിലപ്പോൾ കാശ് പുള്ളി തരുന്ന പൈസ, കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന പൈസയിലാണ് ഞാൻ ലോഡ്ജ് റൂം എടുക്കാൻ പൈസ കിട്ടുന്നൊക്കെ അവൻ തന്ന പൈസ. അങ്ങനെ ഒരു കോൾ സെന്ററിൽ ജോലിക്ക് ശ്രമിക്കുന്നു ആ ഒരു കാലഘട്ടം. അങ്ങനെ എനിക്ക് എൻ്റെ ചേട്ടൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അഭിമാനി ആയതുകൊണ്ട് ചേട്ടൻ എൻ്റെ കൂട്ടുകാരന് പൈസ കൊടുത്തു. പൈസ കൊടുത്തിട്ട് ധ്യാനിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ കൊടുക്കും. എന്ന് വെച്ചാൽ ആഴ്ചക്ക് ഒരു 1000 രൂപ 2000 രൂപ കൊടുക്കും. ഇവന് ഈ 2000 രൂപയിൽ നിന്ന് ഒരു 1000 രൂപയൊക്കെ മുക്കിയിട്ട് എനിക്ക് ചെന്നിട്ട് പറയും, ഇത് നീ വെച്ചോ, ഇതിന് നന്ദി എന്നും ഉണ്ടായാൽ മതി എന്നൊക്കെ പറയും. ചേട്ടനോട് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ അറിയരുത്, ഇത് ഞാൻ തന്ന പൈസയാണെന്ന് ഒരിക്കലും അറിയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവനാണ് അങ്ങനെ മാസങ്ങളോളം എന്നോട് എനിക്ക് കടപ്പാടും നന്ദിയും, ഇവൻ എന്താ ഇങ്ങനെ എന്നോട് ഭയങ്കര സ്നേഹം. അങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴേക്കും, 1 വർഷത്തോളം കഴിഞ്ഞപ്പോഴേക്കും ജ്യേഷ്ഠൻ എന്നെ ആ മാൻഷൻ ലോഡ്ജ്, ചെന്നൈയിലുള്ള ലോഡ്ജിൽ നിന്ന് എന്നെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പുള്ളി ചെന്നൈ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, എന്തേ വൈകി വന്നേ, ഇത്രയും മാസങ്ങളോളം ഞാനിവിടെ നിൽക്കുന്നതൊക്കെ പുള്ളിക്ക് അറിയാൻ തോന്നുന്നു. പുള്ളി പറഞ്ഞു, നീ അഭിമാനിയല്ലേ, ഞാൻ വിളിച്ചാൽ നീ വന്നില്ലെങ്കിലോ. ഞാൻ പറഞ്ഞു, എന്ത്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂട്ടുകാരന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പൈസ ഞാൻ കൊടുത്തു വിടുന്നുണ്ടായിരുന്നു. കുറച്ചധികം പൈസ തന്നു വിട്ടതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു, കിട്ടി, എത്ര കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതിന്റെ കണക്ക് വിവരങ്ങൾ അറിയുമ്പോഴാണ് ഇത്രയും പൈസ തന്നിട്ടുണ്ടെന്നും അതിൽ നിന്ന് ഇവൻ മുഖ്യ കാര്യം ഞാൻ അറിയുന്നു. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അഭിമാനിയൊക്കെയാണ് ഏട്ടാ, പക്ഷേ അത് പൈസയുടെ കാര്യത്തിലില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പണത്തിന്റെ കാര്യത്തിൽ അഭിമാനിയായിട്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് കടം വാങ്ങേണ്ട സമയത്ത് നമ്മൾ കടം വാങ്ങണം. കടം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ വീട്ടിൽ വന്ന് നമ്മളെ കുത്തിനെ പിടിച്ച് വാങ്ങിക്കും. അപ്പോ കടം വാങ്ങുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇത് കൊടുക്കാനുള്ള ഇത് നമുക്കുണ്ടോ എന്നുള്ളതും കൂടെ വാങ്ങിച്ചിട്ട് വേണം നമ്മൾ കടം വാങ്ങുന്നത്. അപ്പൊ പലപ്പോഴും നമ്മുടെ മലയാളികൾക്ക് ഈ അഭിമാന പ്രശ്നം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ സ്വർണം വിൽക്കാനൊരു മടിയാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അഭിമാനികളെ നമ്മൾ വിൽക്കേണ്ട, പണയം വെച്ചാൽ മതി. അതിന് നിങ്ങൾ UGS വരിക. അപ്പൊ ഈ അഭിമാനക്ക് 90% ലോണായിട്ട് കൊടുക്കുന്നു.
ഇത്രയൊക്കെ തന്നാൽ പോരെ അല്ലേ? അപ്പം മറക്കണ്ട. കൂടുതൽ ഇതിനെ കുറിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ലോൺ എടുത്തിട്ടുമില്ല. ഞാൻ വിറ്റിട്ട് തുലച്ചൊരു ദൂർത്തനായ പുത്രനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഇവരുടെ 26ാമത്തെ ബ്രാഞ്ചാണ്. ഇപ്പോ എറണാകുളം മുതൽ കോഴിക്കോട് വരെ വ്യാപിച്ചു കിടക്കുന്ന UGS ഇനി വളർന്ന് പന്തലിച്ച് കേരളം മുഴുവൻ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. വീണ്ടും മലപ്പുറംകാർക്ക് സ്നേഹം, നന്ദി, നമസ്കാരം. അല്ലേ അല്ലേ? തീർച്ചയായിട്ടും കഥകളൊക്കെ പറഞ്ഞപ്പോ ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ്. ഓക്കെ, വലിയ സന്തോഷം. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് കിടക്കാമോ? ഓക്കെ, നമ്മുടെ പുതിയ സിനിമാ വിശേഷങ്ങളും പിന്നെ നമ്മൾ ചെറിയൊരു പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഫ്യൂ ലൈൻസ് പാട്ടൊക്കെ. കാരണം മലപ്പുറത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. പണയം വെച്ച് പോകുന്ന ആൾക്കാർ പാട്ടുപടി പോകുമോ? അതെങ്ങനെയും തിരിച്ചെടുക്കാനുള്ള നമ്മൾ നിൽക്കുമ്പോ മക്കളൊക്കെ പണയം വെക്കാൻ വന്നാനോ അല്ലേ? ഇതൊക്കെ വെച്ചിട്ട് പോട്ടോ. അപ്പോ അല്ല, ഈ അവസ്ഥയിൽ പാട്ട് പാടാൻ പാടില്ല എന്നുള്ളത്. ഫ്യൂ ലൈൻസ്, ഏതെങ്കിലും ഒരു പാട്ട്. ഒരു സംഗീത കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അല്ലേ? അയ്യോ, അങ്ങനെ ഒരു കുടുംബമല്ല ഞങ്ങള്. ചേട്ടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ധ്യാൻ ചേട്ടൻ പാടുന്ന ആ ഫ്യൂ ലൈൻസ് ഏതാണ്? UGSന് വേണ്ടി ഉബൈദുള്ള സാറിനെ ഞാൻ ഏറെ ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഉബൈദുള്ള മലപ്പുറത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ജനനായകൻ എത്തുന്നു. പ്ലീസ് ബി സീറ്റഡ്. മുനിസിപ്പൽ ചെയർമാൻ എല്ലാവരെയും യെസ് പ്ലീസ് ബി സീറ്റഡ് എവരിബഡി. ഏത് പാട്ടാ വേണ്ടത്? ഈ പാട്ടൊക്കെ പാടുന്ന അറിഞ്ഞിരുന്നെങ്കിൽ. അയ്യോ, ഞാൻ അച്ഛൻ്റെ ഹലോ, ഇത് മൈക്ക് കട്ടാവുന്നു. ആ ഹലോ, ആ രണ്ടുപേരും പവിഴ മല്ലിയുടെ ഒരു രണ്ടുപേരും പാടിയിട്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഈ ഭൂമി സുന്ദരം. Thank you so much for this. Please put your hands together. സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ 26ാമത്തെ ഔട്ട്ലെറ്റിനെ മലപ്പുറം കോട്ടപ്പടിക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഉദ്ഘാടകൻ ശ്രീ ധ്യാൻ ശ്രീനിവാസൻ അവരെ പൊന്നാടി അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. കൂടെ തന്നെ നമ്മുടെ ഒരു സ്നേഹ സമ്മാനം മെമേറ്റോ രൂപത്തിൽ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ കൈഡി. Everyone please put your hands together. നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള, അത് മാത്രമല്ല ധ്യാൻ ചേട്ടൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ ജില്ലയിൽ വരുന്നത് എന്നുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട്. അപ്പോ ധ്യാൻ ചേട്ടൻ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയാണ്. അപ്പോ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് എവരിബഡി ഇറ്റ്സ് റിയലി ഡിസേർവ് സ്റ്റാൻഡിംഗ് ഓവേഷൻ. എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്നുകൊണ്ട് നമുക്കൊരു കൈഡി കൊടുക്കാം. സിദ്ധാന് വേണ്ടി എവരിബഡി പ്ലീസ്. മെമേറ്റോ നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA ആണ്. പൊന്നാട നൽകിക്കൊണ്ട് ആദരിക്കുന്നു. ഓക്കെ, യെസ് പ്ലീസ് സർ. കൺഗ്രാറ്റുലേഷൻസ്. ഒരു ഗുഡ് കൈഡി മിടുക്കനാണ്. അപ്പൊ ഇനിയും ഇതേ മിടുക്കുമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും നമ്മുടെ എല്ലാവരും കൂടെയുണ്ട്. വലിയ സന്തോഷം. യെസ്, വലിയ സന്തോഷം. ഒരു ഗുഡ് കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് രണ്ടുപേരെയും ഇൻവൈറ്റ് ചെയ്യാം. യെസ്, സംസാരിച്ചോളൂ. ഒരുപാട് സന്തോഷം. നമ്മുടെ ധ്യാനേട്ടൻ്റെ കൂടെ വേദി പങ്കിടാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. ഇതുപോലത്തെ വേദികളൊക്കെ പങ്കിടുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ പിന്നെ മലപ്പുറത്ത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ബാക്കി മുനികൾ പറയും. പിന്നെ ഗോൾഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ പിന്നെ കുറെ ഗോൾഡ് വെച്ച ആൾക്കാരാണ്. ഞങ്ങൾക്കറിയാം. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഇപ്പൊ സ്ഥലത്തിന്റെ പേരിലൊക്കെ നമ്മൾ ആധാരം വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ വട്ടം ഈ വില്ലേജിൽ പോകണം, അങ്ങനെ കുറെ കുടിക്കാൻ നടക്കണം, അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. ഗോൾഡ് ആകുമ്പോൾ നല്ല സുഖമാണ്. ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൈസ കിട്ടും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ പലിശയും കുറവാണ്. അത് മൊത്തത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ 4% എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോ എന്തായാലും UGS ഗോൾഡിന്റെ ഈ പരിപാടിക്ക് ഞങ്ങളെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. ബാക്കി സംസാരിക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല, എല്ലാം ഫാറൂഖിനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അർബൻ ഗ്രാമീൺ സൊസൈറ്റിന്റെ ഇനാഗ്രേഷനുമായിട്ട് ഞങ്ങൾ ക്ഷണിച്ച മാനേജ്മെന്റിന് നന്ദി പറയാണ്. പിന്നെ ഇവർക്ക് ഓരോരുത്തരോടും പറയാട്ടോ, കാരണം നിങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ പോരാത്തതിന് ഞങ്ങൾ ആദ്യമായിട്ടാണ്
ധ്യാനേട്ടന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോ അതും നമ്മൾ മലപ്പുറത്ത് വെച്ച് തന്നെ കാണാൻ പറ്റില്ല. അതിയായ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇടക്കിടക്ക് ഇങ്ങനെ കാണട്ടെ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ധ്യാനേട്ടനും പിന്നെ അതേപോലെ സ്റ്റേജിലിരിക്കണ എല്ലാവരുടെ പേരെടുത്ത് പറയുന്നില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് തിരിച്ചോടും ഇരിക്കുവാണ്. ആശംസിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഇനി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി Ready? 1, 2, 3, start, go. അതെ, 26ാമത്തെ ഔട്ട്ലെറ്റാണ് ഇന്ന് നമ്മൾ മലപ്പുറത്തിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ബ്രാഞ്ചസ് ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് UTS പറയാനുള്ളത്. അപ്പൊ ഇതുവരെയും നമ്മളുടെ ഈ വലിയ വിജയത്തിൽ, നമ്മളുടെ ഈ വലിയ സക്സസിനൊപ്പം കൂടെ നിന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹം അറിയിക്കുകയാണ്. ചേട്ടന്റെ പാട്ട് റെഡിയാണോ? ഓക്കെ. വലിയ സന്തോഷം, ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ സോങ്. വലിയ സ്നേഹത്തോടുകൂടി, ഏറെ ആദരവോടുകൂടി മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. യെസ്, ഏറെ പ്രിയങ്കരനായിട്ടുള്ള മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ ബംഗാളി ധ്യാൻ ശ്രീനിവാസനെ UTS ഗ്രൂപ്പിന്റെ ഔപചാരികമായിട്ടുള്ള ഇനോഗ്രൽ സെറമണിക്ക് വേണ്ടി ഏറെ ഹൃദ്യമായിട്ട് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. Everyone, please put your hands together. Yes. ലളിത കൂടി ഹൃദ്യമായിട്ട് വെൽക്കം ചെയ്യുകയാണ്. Thank you so much everybody for being here and it's wonderful to see you all here. Yes, let me welcome Malayali Dhyan to the stage. Everyone, please put your hands together. ഏറെ ആദരപൂർവ്വം ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ പ്ലീസ് ബി സീറ്റഡ്. വലിയ സന്തോഷം. തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ദിവസത്തിന്റെ ഭാഗമായതിനുള്ള എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. സോ ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി ശ്രീ അജിത് പാലാട്ട് അവരിലേക്ക് കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. കൂടെ തന്നെ ലെറ്റ് മി വെൽക്കം ശ്രീ ശ്യാംകുമാർ കി, കൂടെ തന്നെ ശ്രീ പി ഉബൈദുള്ള അവർ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായിരുന്നു ഇവിടെ. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജിതേഷ് അവകൾ, വൈസ് ചെയർമാൻ മലപ്പുറം നഗരസഭ, ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ശ്രീമതി യമന കെ, കൗൺസിലർ മലപ്പുറം നഗരസഭ. Warm welcome ma'am, welcome onto the stage and please be seated. So now I would like to welcome Shri Harsha CT, Councillor Malappuram Nagarasabha. Shri Narayana ന് വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്.
യെസ്, ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം വിശിഷ്ടാത്മിക തന്നെ ഇന്നത്തെ ദിവസത്തിലേക്ക് വേണ്ടി ഞാൻ വെൽക്കം ചെയ്യുകയാണ്. വലിയ സന്തോഷം അറിയാം. ഏറെ സുതാര്യവും വിശ്വസ്തവുമായ സേവനങ്ങളുമായി UGS ഗോ ലോണിന്റെ പുതിയ ശാഖ മലപ്പുറം കോട്ടപ്പടിയിൽ ഇന്ന് ഓപ്പൺ ആവുകയാണ്. ത്രിലോകനാഥാ കൃപാകരാ പ്രസാദ ഭാവ ദയാനികേത പ്രപഞ്ചനാഥാ നമോ നമഃ. കരുണാമയനേ പരിപാലകനേ അഖിലേശ്വരനേ വരദായകനേ കരുണാമയനേ പരിപാലകനേ അഖിലേശ്വരനേ വരദായകനേ പാവന ചരണ സദ്ഗുരുദേവ ജയ ഗുരുനാഥ ജയ ദാതാ. പാവന ചരണ സദ്ഗുരുദേവ ജയ ത്രിലോകനാഥാ കൃപാകരാ പ്രസാദ ഭാവ ദയാനികേത പ്രപഞ്ചനാഥാ നമോ നമഃ. പ്രപഞ്ചനാഥാ നമോ നമഃ. Thank you everyone. Please be seated. Thank you. ഇനി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനമനസ്സുകളിൽ വിശ്വാസം കൊണ്ടെത്തിച്ച അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോ ലോണിന്റെ പടത്തലവൻ നമ്മുടെ അമരക്കാരൻ മാനേജിംഗ് ഡയറക്ടർ ഓഫ് UGS ഗ്രൂപ്പ് ശ്രീ അച്ഛൻ പാലാട്ട് അവരെ ഒരു ഗംഭീര കൈഡിയോടുകൂടി ഇറ്റ്സ് മൈ പ്രൗഡ് പ്രിവിലേജ് ടു വെൽക്കം റുക്കൻ കൈഡിയോടുകൂടി മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടുകൂടി ഈ ഒരു നോബൽ സെറമണിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുകയാണ്. ഇനി ഏറെ സ്നേഹപൂർവ്വം ശ്രീ മുജി ബാലക്കയം അവരെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ശ്രീ K സുബ്രഹ്മണ്യൻ അവർ UGS ഗ്രൂപ്പിന്റെ ഈ നോബൽ സെറമണിയിലേക്ക് വേണ്ടി ശ്രീ മുഹമ്മദ് സിദ്ദം കൊച്ചുമിടുക്കനാണ് ഇന്ന് ഈ വേദിയിൽ വെച്ചുകൊണ്ട് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള കൊച്ചുമിടുക്കനാണ്. വലിയ സന്തോഷം ശ്രീ സിദ്ദ, വലിയ സന്തോഷം. റുക്കൻ കൈഡിയോടുകൂടി നമുക്ക് മോനെയും ഈ വലിയ സന്തോഷത്തിലേക്ക് വെൽക്കം ചെയ്യാം. റുക്കൻ കൈഡി നിങ്ങളുടെ സൈഡിൽ നിന്ന് എവരിവൺ presidential address. So please welcome onto the stage. Everybody, please put your hands together. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും വളരെയധികം ആവേശത്തോടു കൂടി നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സ്പീച്ചിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ പരിപാടിയുടെ നമ്മുടെ UGS ഗോൾഡ് ലോണിന്റെ 26ാമത്തെ ബ്രാഞ്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടകൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ അയൽക്കാരനെ പോലെ അല്ലെങ്കിൽ അയൽ വീട്ടിലെ ഒരംഗത്തെ പോലെ നമ്മളെല്ലാവരും കാണുന്ന പ്രശസ്ത സിനിമാ താരം ശ്രീ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ നമ്മുടെ UGS ഗോൾഡ് ലോണിന്റെ സ്ട്രോങ് റൂം ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ P. ഉബൈദുള്ള, അദ്ദേഹം കുറച്ച് നേരത്തെ ഇവിടെ വന്നിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ വികസന സെമിനാർ നടക്കുന്ന കാരണം ഒന്ന് അവിടെ പോയി തല കാണിച്ച് ഉദ്ഘാടനം ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മലപ്പുറം നമ്മുടെ ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനം നിർവഹിക്കുന്ന മലപ്പുറത്തിൻ്റെ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശ്രീമതി റിൻഷ മാഡം ഇവിടെ വന്നിരുന്നു. നമുക്കറിയാലോ, വികസന
സെമിനാർ അല്ലെങ്കിൽ വികസന കാര്യ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും ചെയ്യുന്നു. യെസ്, ലെറ്റ്സ് ഇൻവൈറ്റ് ഏറെ സ്നേഹത്തോടുകൂടി നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള ശ്രീ ധ്യാൻ ശ്രീനിവാസനെ മനസ്സ് നിറഞ്ഞ ഉള്ള നമ്മുടെ കൈഡി കൊടുത്തോട്ട് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ധ്യാൻ ചേട്ടാ, അവിടെ നിന്ന് സംസാരിച്ച് ഭയങ്കര ഫോമലായി പോകും, അതുകൊണ്ട് ഈ മൈക്കിൽ സംസാരിക്കാമോ? നമ്മുടെ ഫംഗ്ഷൻ അത്രയ്ക്ക് അങ്ങനെ ഫോമലാക്കണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.